നാറ്റോ സഖ്യരാജ്യത്തെ ഒരു പ്രമുഖ നഗര മധ്യത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലുണ്ടായ വൻ സ്ഫോടനം ലോകമെങ്ങും ആശങ്ക പടർത്തുന്നു. സ്ഫോടനത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ കാണാനാവുന്ന വിധം കറുത്ത പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നത് നഗരവാസികളിൽ വൻ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയത്. ആഗോളതലത്തിൽ ഇറാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കെ ഉണ്ടായ ഈ സംഭവം അതീവ ജാഗ്രതയോടെയാണ് സുരക്ഷാ ഏജൻസികൾ വീക്ഷിക്കുന്നത്. പ്രാദേശിക സമയം ഉച്ചയോടെയാണ് നഗരത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന ബഹുനില മന്ദിരത്തിന്റെ മുകൾ ഭാഗത്താണ് പൊട്ടിത്തെറിയുണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളും ഗ്ലാസ് കഷ്ണങ്ങളും സമീപത്തെ തെരുവുകളിലേക്ക് ചിതറിത്തെറിച്ചതായി ദൃക്സാക്ഷികൾ വിവരിച്ചു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാനുള്ള കഠിന ശ്രമം ആരംഭിച്ചു. കെട്ടിടത്തിന് മുകളിൽ നിർമ്മാണ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാകാം അപകടത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനമുണ്ട്. എന്നാൽ സ്ഫോടനത്തിന്റെ തീവ്രതയും അത് നടന്ന സമയവും കണക്കിലെടുക്കുമ്പോൾ ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ചില ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളാണോ അതോ പുറത്തു നിന്നുള്ള ഇടപെടലാണോ സ്ഫോടനത്തിന് കാരണമെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവൂ. അതീവ സുരക്ഷാ മേഖലയിലുള്ള കെട്ടിടത്തിൽ ഇത്തരമൊരു സ്ഫോടനം നടന്നത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനുമായി തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇതൊരു ആസൂത്രിത അട്ടിമറിയാണോ എന്ന സംശയവും ശക്തമാണ്. ഇതുവരെ ആർക്കും ജീവഹാനിയോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും മുൻകരുതൽ നടപടിയായി നഗരത്തിലെ പ്രധാന റോഡുകൾ അടയ്ക്കുകയും ഗതാഗതം വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. എമർജൻസി ടീമുകൾ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഈ സംഭവത്തെക്കുറിച്ച് അതീവ സംശയാസ്പദമെന്നാണ് ചില ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ മാത്രമേ സ്ഫോടനത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകൂ. നാറ്റോ സഖ്യരാജ്യത്തെ ഒരു പ്രധാന നഗരമധ്യത്തിലുണ്ടായ സ്ഫോടനം കേവലം ഒരു പ്രാദേശിക അപകടം എന്നതിലുപരി ആഗോളതലത്തിൽ വലിയ രാഷ്ട്രീയ തന്ത്രപരമായ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഈ സ്ഫോടനം പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലെ സ്ഫോടനത്തെ ഒരു അപകടമെന്ന് തള്ളിക്കളയാൻ പല സുരക്ഷാ ഏജൻസികളും തയ്യാറല്ല. ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ സാന്നിധ്യം യൂറോപ്യൻ നഗരങ്ങളിൽ ഉണ്ടോ എന്ന പരിശോധന ശക്തമാക്കി. ഇതൊരു ആസൂത്രിത ആക്രമണമാണെന്ന് തെളിയുകയാണെങ്കിൽ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം തിരിച്ചടി നൽകേണ്ടി വരുമോ എന്ന ചർച്ചകൾ നയതന്ത്ര തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഈ സ്ഫോടനം നടക്കുന്നത്. ഇത് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണോ എന്ന് സംശയിക്കുന്നു. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെടുമ്പോഴും ഇത്തരം സംഭവങ്ങൾ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്.